ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കഴിച്ചിട്ടുള്ള പാൽക്കോവയാണ്. പാൽക്കോവ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുക പാൽ കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല കേട്ടോ. പാൽ ഇതിൽ ചേർക്കുന്നേ ഇല്ല. ഉണ്ടാക്കാനും ഈസിയാണ്, നല്ല ടേസ്റ്റാണ്. ഒരു നൊസ്റ്റാൾജിക് മെമ്മറിയൊക്കെ വരുന്ന ഒരു നല്ല സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എന്നും ഞാൻ പറയാറുള്ള പോലെ തന്നെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് 1/2 കപ്പിൽ കുറച്ച് കുറവ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യിൽ തന്നെ ഉണ്ടാക്കണം. എണ്ണ യൂസ് ചെയ്താൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടൂല. അതുകൊണ്ട് നെയ്യ് തന്നെ ചേർക്കണം. 1/2 കപ്പ് ഫുൾ ആദ്യം തന്നെ ചേർക്കേണ്ട, കാരണം ചിലപ്പോൾ ലൂസായി പോവും. അപ്പം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ 1 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ നെയ്യും മൈദയും കൂടെ നന്നായി ഒന്ന് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്യുന്ന ഇതിൽ തന്നെ മൈദ നല്ലോണം കുക്കായി വരണം. കാരണം നമ്മൾ മൈദ വേറെ കുക്ക് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായി കുക്ക് ചെയ്യണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഞാനിതൊരു ഏകദേശം 10 മിനിറ്റോളം ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നന്നായി കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായി കുക്കായി വരുമ്പോൾ ഇതിന്ന് വേറെ തന്നെ ഒരു സ്മെല്ല് വരും. ആ ഒരു മൈദേൻ്റെ പച്ച ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഒരു വേറെ തന്നെ ഒരു സ്മെല്ല്, നല്ല ഫ്രൈ ആയിട്ടുള്ള നല്ല സ്മെല്ല് വരും. ആ സമയം വരെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ലോ ഫ്ലെയിം ആക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കരിയാനും പാടില്ല. ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഇത് കുറച്ചും കൂടെ ഡ്രൈ ആയ പോലെയുണ്ട്. അപ്പോൾ നമുക്ക് അത്ര ഹാർഡ് ആവാൻ പാടില്ല, നല്ലോണം ലൂസ് ആവാനും പാടില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് ഒന്നും കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറാൻ വെക്കണം. നല്ലോണം തണുക്കാൻ പാടില്ല, എന്നാലും നമ്മുടെ കൈ കൊണ്ട് തൊടാൻ പറ്റിയ രീതിയിൽ ഒന്ന് ചൂട് കുറഞ്ഞ് കിട്ടണം. അപ്പോൾ അതൊന്ന് വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് എടുക്കാം. ഞാനിതൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്, വേഗം ചൂട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചൂട് മാറിയ ശേഷം ഞാൻ അതിലോട്ട് 1 നുള്ള് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് അധികം ആവാൻ പാടില്ല, 1 നുള്ള് മാത്രം മതിയാവും. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മിക്സ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം, നല്ലോണം മിക്സ് ചെയ്യണം. പിന്നെ ഇതിലോട്ട് ഞാൻ 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കുന്നുണ്ട്. ആദ്യം തന്നെ ഫുള്ളായി ചേർക്കുന്നില്ല, കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പം 1 കപ്പ് മൈദക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കേട്ടോ. പഞ്ചസാര പൊടിച്ചിട്ട് 1 കപ്പ് അളവാണ് പറയുന്നത്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പഞ്ചസാര പൊടിക്കുന്ന സമയത്ത് ഞാൻ അതിലോട്ട് 3 ഏലക്കായും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും പഞ്ചസാരയൊക്കെ നന്നായി മിക്സായി വരണം ഇതിലോട്ട്. അപ്പോൾ മിക്സ് ചെയ്ത് ഞാനിതൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം അധികം ലൂസായിട്ടല്ല, എന്നാലും ഭയങ്കര ഹാർഡും അല്ലാത്ത രീതിയിൽ എനിക്കൊന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ വേറൊരു പാത്രം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് നെയ്യ് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഈ മാവ് അതിൽ ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്യണം, ഒന്ന് പരത്തി കൊടുക്കണം. അപ്പം നിങ്ങൾക്ക് പാൽക്കോവ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ആ ഒരു ഷേപ്പിൽ കുറച്ച് കട്ടിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം, പരത്തി കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിൽ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല തിക്നെസ് ഉണ്ട്. ആ സൈഡിലെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ നിങ്ങളൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് 1/2 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നുണ്ട്. അപ്പം നന്നായി സെറ്റായി വരും. അപ്പോൾ കട്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ നമുക്കിത് 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം, ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഞാനിത് എടുത്തിട്ടുണ്ട്. നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഭയങ്കര ഹാർഡല്ല, എന്നാലും സോഫ്റ്റും അല്ല. നമുക്ക് കട്ട് ചെയ്ത് ഷേപ്പിൽ കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ക്യൂബ്സ് ആയിട്ടും കട്ട് ചെയ്യാം, വലുതായിട്ടും കട്ട് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സ്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. കട്ട് ചെയ്യുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം, കാരണം നമ്മൾ തിരക്കിട്ട് പെട്ടെന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം പൊടിഞ്ഞു പോകും. അതുകൊണ്ട് മെല്ലെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതൊക്കെ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ചെറിയ ക്യൂബ്സ് അല്ല, അത്യാവശ്യം കുറച്ച് സൈസ് ഉള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ പ്ലേറ്റിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ അതും കുറച്ച് ശ്രദ്ധിക്കണം, കാരണം പൊടിഞ്ഞു പോകും. മെല്ലെ ഒന്ന് സ്പൂൺ വെച്ചോ മറ്റും എടുത്ത് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാൽക്കോവ റെസിപ്പി. സിമ്പിളാണ്, ടേസ്റ്റിയാണ്. ടേസ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പാൽക്കോവേൻ്റെ അതേ ടേസ്റ്റാണ്. അത് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അടുത്ത റെസിപ്പിയായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു.